NCCF മുഖാന്തരം നെല്ല് സംഭരിക്കണമെന്ന ആവശ്യം BJP നേതാക്കൾക്ക് മുൻപിൽ വച്ച് പാലക്കാട്ടെ നെൽ കർഷകർ. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പാലക്കാട് എത്തിയപ്പോഴാണ് കർഷകർ ആവശ്യമുന്നയിച്ചത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി R. നായർ എന്നീ 3-അംഗ സമിതിയെ നിയോഗിച്ചതിന് പിന്നാലെയാണ് സമിതി അംഗങ്ങൾ പാലക്കാടെത്തി നെൽകർഷകരുമായും കർഷക സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന യോഗത്തിൽ 250-ലേറെ കർഷകർ പങ്കെടുത്തു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും ഒറീസയിലും ഛത്തീസ്ഗഡിലെയും പോലെ NCCF മുഖാന്തരം സംസ്ഥാനത്ത് നെല്ല് സംഭരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കൃത്യസമയത്ത് ഇന്ന് നെല്ലെടുക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം തന്നെ കരാർ ഉണ്ടാക്കിയിരിക്കണം. മില്ലുകാരുമായി കരാർ ഉണ്ടാക്കിയിരിക്കണം. കർഷകന് എങ്ങനെ പൈസ കൊടുക്കണം എന്നുള്ളത് ബാങ്കുകാരുമായിട്ട് കരാർ ഉണ്ടാക്കിയിരിക്കണം. ഒരു കരാർ പറഞ്ഞാൽ 1 വർഷമാണ് കാലാവധി. എന്തുകൊണ്ട് ഇവരുണ്ടാക്കുന്നില്ല? പണം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോ ഞാൻ മുഖ്യമന്ത്രി കത്തയച്ചു കഴിഞ്ഞ മാസം. നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. 1605 കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ടപ്പോ 1 വർഷമായിട്ട്. എവിടെ നിന്നറിയോ? ഭൂമി തരമാറ്റിയ വ്യവസ്ഥയില് മാറ്റത്തിൽ 1605 കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് കുറെ വകമാറ്റി ചെലവഴിച്ചു. ഹൈക്കോടതിയിൽ എന്റെ സുഹൃത്ത് കേസ് കൊടുത്തു. കോടതി പറഞ്ഞു ആ പൈസ കർഷക ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. ഏതാ കർഷക ക്ഷേമം? നെല്ലിന്റെ പൈസ കൊടുക്കണം. ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയപ്പോൾ മുഖ്യമന്ത്രിന് അവിടുന്ന് ഒരു കടലാസ് എനിക്ക് വന്നു. അത് നിയമസഭ കൂടിയിട്ടേ പാസ്സാക്കാൻ പറ്റുള്ളൂ. എന്താ നിയമസഭയിൽ ഇതുവരെ കൂടിയിട്ടില്ലേ? കൃത്യസമയങ്ങളിൽ 1-ാം വിള 2-ാം വിള എടുക്കുന്ന സർക്കാരിന്റെ കലണ്ടർ പ്രകാരമുള്ള സമയങ്ങളില് മുമ്പായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം. മില്ലുകാരുമായിട്ട് എങ്ങനെ പൈസ തരണം എന്നുള്ളത് പറയണം. ഒരു ക്ലാസ് 4 ജീവനക്കാരന്റെ ശമ്പളം തരിക, വേറെ ഒന്നും വേണ്ട. കർഷകന്റെ കൃഷി ആയിക്കോട്ടെ, അത് കൃഷി ഇറക്കാനും മറ്റുള്ളതും ഗവൺമെന്റ് തരിക. കേന്ദ്രം നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ കേരളം സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ചത് ഭൂമി തരം മാറ്റിയ ഇനത്തിൽ 1605 കോടി രൂപ സർക്കാരിന്റെ പക്കലുണ്ടായിട്ടും അത് കർഷകക്ഷേമത്തിന് ഉപയോഗിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടും ചെയ്യാത്തത്, വന്യജീവി പ്രശ്നം, കയറ്റുകൂലി കർഷകരിൽ നിന്നും വാങ്ങുന്നത് തുടങ്ങി അനവധി വിഷയങ്ങൾ കർഷകർ 3-അംഗ സമിതിക്ക് മുൻപിൽ വച്ചു. എല്ലാ വിഷയങ്ങളും വിശദമായി രേഖപ്പെടുത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് കർഷകരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു. കർഷകരുടെ ദീനരോധനം കേൾക്കാനുള്ള മനുഷ്യത്വം കേരള സർക്കാരിൻ്റെ ഭരണാധികാരികൾക്കില്ല. അത് അവരുടെ ഓരോ വാക്കുകളിലും നിഴലിച്ച് അവരുടെ കണ്ണീരിൻ്റെ മുന്നിൽ വളരെ നിഷേധാത്മകമായ നയം സ്വീകരിച്ചുകൊണ്ട് കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ മുന്നിൽ തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. 6-ാം തീയതി ആലപ്പുഴയിലെ കർഷകരുമായും സമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ കൃഷിമന്ത്രി, ഭക്ഷ്യവകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി തുടങ്ങിയവരെയും കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നേരിൽ കാണുമെന്നും സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.